ഭരണഘടന വെല്ലുവിളി നേരിടുന്നു എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഭരണഘടന വെല്ലുവിളി നേരിടുന്നത് ഒരിക്കലും ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. പക്ഷെ അതേ സമയത്ത് ഭരണഘടനാ മൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭരണഘടന തകർക്കപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ ഇത് കോടതിയോ നമ്മുടെ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ഒന്നും വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ ജനങ്ങൾ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ജനങ്ങളെ മുന്നോട്ട് വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത്തരം ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിയമദിനം എന്നുള്ള ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന ഈ ദിവസം ഇതുപോലുള്ള ചർച്ചകൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക് ഭരണഘടനാ മൂല്യങ്ങൾ എത്തിച്ചേരാനും ഭരണഘടന സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റി അവരെ ബോധവൽക്കരിക്കേണ്ടതിന് ഉതകുന്നതുമായ കാര്യം. ഇതുപോലുള്ള ചർച്ചകളും സംവാദങ്ങളും തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൂടെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്, അതിനെ ആദരിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്.